പവർ കട്ട് ഉത്തരവാദി കഴിഞ്ഞ സർക്കാരാണ്. ഈ ഗവൺമെൻറ് വന്നിട്ട് ഒരു മാസമേ ആയുള്ളൂ. കഴിഞ്ഞ 10 വർഷം ഭരിച്ച സർക്കാരിൻ്റെ പിടിപ്പുകേടും അവരുടെ അനാസ്ഥയും അവരുടെ ദീർഘവീക്ഷണമില്ലായ്മയുടെ ഫലമായിട്ടാണ് ഈ പവർ കട്ട് ഉണ്ടായിരിക്കുന്നത്. ഗവൺമെൻറ് ഇപ്പോഴത്തെ UDA ഗവൺമെൻറ് വന്നിട്ട് ഒരു മാസമായിട്ടുള്ളൂ. പവർ കട്ട് ഒഴിവാക്കാൻ പരമാവധി പരിശ്രമിച്ചു. പക്ഷേ കാലാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് സാധാരണ മെയ് ജൂൺ ജൂലൈ മാസത്തിൽ കിട്ടുന്ന മഴ ഇതുവരെയും കിട്ടിയിട്ടില്ല. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആവശ്യമായ പവർ പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്യേണ്ട കഴിഞ്ഞ ഗവൺമെൻറ് അത് ചെയ്തില്ല. അത് ചെയ്യാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. അതിന് പരിഹാരമുണ്ടാക്കാനുള്ള തീവ്ര ശ്രമം കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഉത്തരവാദി ഇപ്പോഴത്തെ പവർ കട്ടിന് ഉത്തരവാദി കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരാണ്. അവരതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയാണ് അവർ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട ഒരു വിഷയത്തിൽ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുകയാണ്. ഒരു മാസം കൊണ്ട് അധികാരത്തിൽ വന്ന ഒരു ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുമ്പോഴും ഈ ഓരോ വർഷത്തെയും കാലാവസ്ഥ വ്യതിയാനവും അതുപോലെ തന്നെ കാലാവസ്ഥ പ്രവചിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, മഴയുടെ സാധ്യതകളും ഒക്കെ പറയുന്നവർ, അവരൊക്കെ ആലോചിച്ച് മുൻകൂട്ടി തന്നെ വൈദ്യുതിക്ഷാമം ഉണ്ടാകുന്നു, പവർ കട്ട് ഉണ്ടാകുമെന്നൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതെ ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയെ കുറ്റപ്പെടുത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പറയുന്നത്. അത് ശരിയല്ല. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നല്ല മഴ കിട്ടിയിട്ടുണ്ട്. നമ്മളെ റിസർവോയറുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരുന്നു. പലപ്പോഴും റിസർവോയറുകൾ അധികം മഴ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ റിസർവോയറുകളിലെ വെള്ളം നമ്മൾ തുറന്നു വിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ കാലയളവിൽ ഈ 3 മാസക്കാലം നമുക്ക് ലഭിക്കേണ്ട മഴ കിട്ടിയില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ റിസർവറുകളിൽ ആവശ്യം വൈദ്യുതി ഉൽപ്പാദിക്കാനുള്ള വെള്ളം ഇല്ലാതെ വന്നപ്പോഴാണ് ഈ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഈ DYFIക്കാർ കഴിഞ്ഞ 10 വർഷം ഒരു സമരം ചെയ്തില്ലല്ലോ. അവരെല്ലാം അധികാരത്തിൻ്റെ ശീതളച്ചായിലായിരുന്നല്ലോ. മന്ത്രിമാരുടെ കാലി തടവുകയും AKG സെൻറ്ററിൽ സ്തുതി പാടുകയായിരുന്നല്ലോ. ഇപ്പോൾ അവരൊന്ന് പുറത്ത് വന്നതിൽ സന്തോഷമുണ്ട്.